100 ദിവസം നീണ്ട ബിഗ് ബോസ് യാത്രയ്ക്കൊടുവിൽ ജിൻഡോയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 കിരീടം ചൂടിയത്. തുടക്കത്തിൽ ജിൻഡോ എന്ന മത്സരാർത്ഥി കപ്പിന്റെ 7 അയലത്ത് പോലും എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളിലൂടെ മുന്നേറിയ ജിൻഡോ ഒടുവിൽ വിജയ കിരീടം ചൂടി. രണ്ടാമതെത്തിയ അർജുനേക്കാൾ 10% അധികം വോട്ട് നേടിയായിരുന്നു ജിൻഡോയുടെ മുന്നേറ്റം. മികച്ച ഗെയിമറും കണ്ടന്റ് ക്യൂനുമായ ജാസ്മിൻ ആയിരുന്നു 3-ാം സ്ഥാനത്തെത്തിയത്. ഗ്രാൻഡ് ഫിനാലേക്ക് ശേഷം ജാസ്മിൻ ഒരു 2-ാം സ്ഥാനമെങ്കിലും അർഹിച്ചിരുന്നുവെന്നാണ് പലരും പറഞ്ഞത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും അധികം കണ്ടന്റ് കൊടുത്ത താരമാണെങ്കിലും പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗം എതിരായി നിന്നത് അല്ലെങ്കിൽ അവരുടെ പിന്തുണ നേടിയെടുക്കാൻ സാധിക്കാതിരുന്നതാണ് ജാസ്മിന് വെല്ലുവിളിയായത്. മികച്ച മത്സരാർത്ഥിയായിരുന്നെങ്കിലും ഒരു വിഭാഗം പ്രേക്ഷകർ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തതായ ചിലത് ജാസ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതും ജാസ്മിൻ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതിന് കാരണമായെന്നാണ് പ്രേക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന് വേണ്ട ഒരു ഗുണമെങ്കിലും ജിൻഡോയ്ക്കുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നിസ്സംശയം പറയാമെന്നാണ് സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു കുറിപ്പിൽ പറയുന്നത്. ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: സീസൺ 6 നല്ലൊരു മത്സരാർത്ഥി എന്ന് പറയാൻ ജാസ്മിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഉണ്ടായിരുന്നവർ മൊത്തം ശോകമായിരുന്നു എന്നത് സത്യം. പക്ഷെ അവിടെ ഉണ്ടായ പ്രേക്ഷകർ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തതായ ചിലത് ജാസ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതും ജാസ്മിൻ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതിന് കാരണമായി. ഫൈനൽ എത്തിയപ്പോൾ ജിൻഡോ കപ്പും കൊണ്ടുപോയി. അതിന് സഹായിച്ചത് ഈ സീസണിൽ ഒരു നല്ല കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ്. എന്ന് വെച്ച് ജിൻഡോ കപ്പിന് ഈ സീസണിൽ അർഹനെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ജിൻഡോയ്ക്ക് കപ്പെടുക്കാൻ എളുപ്പമാക്കിയത് ഇതായിരുന്നു എന്നാണ് താൻ ഉദ്ദേശിച്ചത്. ശരിക്കും ഒരു സീസണിൽ ഒരു കണ്ടസ്റ്റന്റിന് വേണ്ട ഒരു ഗുണവും ജിൻഡോയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നിസ്സംശയം പറയാം. കുറച്ച് ബോഡി ഷോ, പിന്നെ വിനയം കുറിച്ച് കൂടിപ്പോയതും. അല്ലാതെ പുള്ളി അവിടെ വേറെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും ഒന്ന് ആലോചിച്ചു പോകും. ഒരു കാര്യം കൂടി പറയാം, ഇത്രയും സീസൺ വെച്ച് ഈ സീസണെ വിലയിരുത്തിയാൽ വളരെ മോശം സീസൺ എന്ന് തന്നെയാണ് എന്റെയും ഒട്ടുമിക്ക ആളുകളുടെയും അഭിപ്രായം. എന്തായാലും വിനയം കൊണ്ട് വോട്ട് മേടിച്ച് കപ്പും എടുത്തു. അതും ഒരു തന്ത്രം തന്നെ, അതും ഒരു കഴിവ് തന്നെ എന്നാണ് കുറിപ്പിൽ പറയുന്നത്. അതേസമയം ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞത് മുതൽ ജിൻഡോ കപ്പ് ഉയർത്തിയതിനെതിരെ നിരവധി വിമർശനങ്ങൾ വന്നിരുന്നു. ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ നൽകിയ ജാസ്മിൻ 3-ാമതായതാണ് വിമർശനത്തിന് മറ്റൊരു കാരണം. ജാസ്മിൻ ഉള്ളതുകൊണ്ടാണ് ജിൻഡോയ്ക്ക് കണ്ടന്റ് കിട്ടിയതെന്നും ശക്തരായ മത്സരാർത്ഥികൾ ഇല്ലായിരുന്നതാണ് ജിൻഡോ ജയിക്കാൻ കാരണമെന്നും ഒക്കെയാണ് ഒരു വിഭാഗം വിലയിരുത്തുന്നത്. അതേസമയം വോട്ടിംഗിൽ ജാസ്മിനെ പിന്തള്ളി അർജുനാണ് 2-ാം സ്ഥാനത്തെത്തിയത്. ഹൗസിൽ ഒട്ടും ആക്റ്റീവ് അല്ലാതിരുന്ന മത്സരാർത്ഥിയായ അർജുൻ 2-ാമതെത്തിയതും ഏറെ വിമർശിക്കപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.